രാത്രിയിൽ നെഞ്ചരിച്ചിൽ വരാറുണ്ടോ? അസ്വസ്ഥത തോന്നാറുണ്ടോ? പരിഹാരം ഇതാ. രാത്രിയിൽ നെഞ്ചരിച്ചിലുണ്ടാകുമ്പോൾ ആർക്കായാലും ഭയം തോന്നും. നന്നായി ഉറങ്ങാൻ പറ്റില്ല. തൊണ്ടയിലും നെഞ്ചിലുമൊക്കെ എന്തോ ഇരിക്കുന്നത് പോലെ തോന്നും. കത്തുന്നത് പോലെയുള്ള തോന്നലും പുളിച്ചുതുകെട്ടൽ അനുഭവപ്പെടുകയും ചെയ്യും. ആകെ മൊത്തം വല്ലാത്ത അസ്വസ്ഥതയായിരിക്കും. പലരും ഇതിനെ ഹൃദയാഘാതമാണോ എന്ന് പോലും സംശയിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. പലരിലും രാത്രിയിലത്തെ നെഞ്ചരിച്ചിലും പുളിച്ചുതകട്ടിലും പതിവാകാറുണ്ട്. എന്തുകൊണ്ടാണ് രാത്രിയിൽ ഇത് അനുഭവപ്പെടുന്നത് എന്ന് നോക്കാം. രാത്രിയിൽ നമ്മൾ കിടക്കുമ്പോൾ വയറ്റിൽ നിന്ന് ദഹനരസം എളുപ്പത്തിൽ മുകളിലേക്ക് തികട്ടി വരികയാണ്. ഇതോടൊപ്പം കഴിച്ച ഭക്ഷണങ്ങളുടെ അവശിഷ്ടങ്ങളും വരാം. സ്പൈസസ് കൂടുതലായി ചേർത്ത ഭക്ഷണമാണ് രാത്രിയിൽ കഴിച്ചതെങ്കിൽ പിന്നെ പറയാനുമില്ല. എന്തായാലും രാത്രിയിൽ നെഞ്ചരിച്ചിലും പുളിച്ചുതുകെട്ടലും പതിവാണെങ്കിൽ ഇത് പരിഹരിക്കാൻ ഇക്കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഭക്ഷണം മുതൽ വസ്ത്രം വരെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ ഇക്കാര്യത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയും. നെഞ്ചരിച്ചിലുണ്ടാകുന്ന സാഹചര്യത്തിൽ തല എപ്പോഴും ഉയർത്തി വെച്ച് കിടക്കണം. ഇത് ആസിഡ് അന്നനാളത്തിലേക്ക് തിരിച്ച് ഒഴുകുന്നത് തടയും. അതുപോലെ തന്നെ രാത്രിയിൽ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കണം. ആമാശയത്തിന് ചുറ്റും വസ്ത്രങ്ങൾ മുറുകിയിരിക്കാൻ പാടില്ല. ഉറങ്ങും മുമ്പ് വെള്ളം കുടിക്കുന്നത് ആമാശയത്തിലെ ആസിഡ് നേർപ്പിക്കാൻ സഹായിക്കും. ആസിഡ് റിഫ്ലക്സ് ലക്ഷണങ്ങളെ ലഘൂകരിക്കാനും നെഞ്ചരിച്ചിൽ കുറയ്ക്കാനും ഹെർബൽ ടീ കുടിക്കുന്നത് ഗുണം ചെയ്യും. സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കുടിക്കുന്നത് വളരെ ഗുണപ്രദമാണ്. ബദാം പാൽ ദിവസവും കുടിക്കുന്നതും സഹായകരമാകും. അത്താഴം വളരെ ഹെവിയായി, അതായത് കനത്തിൽ കഴിക്കുന്നതും നല്ലതല്ല. ഇങ്ങനെ കഴിക്കുന്നവരിലും രാത്രി പുളിച്ചുതുകെട്ടലും നെഞ്ചരിച്ചിലും പതിവാകാം. അതിനാൽ അത്താഴം ലളിതമാക്കാം. ദഹന പ്രശ്നങ്ങൾ ഉള്ളവർ പ്രത്യേകിച്ചും അത്താഴം ലളിതമാക്കേണ്ടതുണ്ട്. അത്താഴം ലളിതമാക്കുന്നതിനൊപ്പം തന്നെ ദിവസം മുഴുവനുമുള്ള ഭക്ഷണത്തിലും ചില മാറ്റങ്ങൾ വരുത്തുന്നതാണ് നല്ലത്. അതായത് 4 നേരം കഴിക്കുക അല്ലെങ്കിൽ 3 നേരം കഴിക്കുക എന്നത് മാറ്റി അല്പാൽപമായി 6 നേരമോ 7 നേരമോ എല്ലാമാക്കി ഭക്ഷണക്രമം മാറ്റുക. ഇതും ദഹന പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ ഏറെ സഹായിക്കും.